നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. UDF സർക്കാർ ഭരണമേറ്റെടുത്ത 14ാമത്തെ ദിവസമാണ് ആര്യാടൻ ഷൌക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിൽ ബൈപ്പാസിന് ടെൻഡറായത്. സുഹൃത്തുക്കളെ, നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിലമ്പൂർ ബൈപ്പാസ് നമ്മുടെ ഏറെക്കാലത്തെ ചിരകാല സ്വപ്നമാണ്. നമ്മുടെ ബൈപ്പാസ്, ആ ബൈപ്പാസിന്റെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ബൈപ്പാസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഫസ്റ്റ് റീച്ച് 2.5 കിലോമീറ്റർ, അത് മുഴുവൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 27 കോടി രൂപ 70 ലക്ഷം രൂപക്കുള്ള ടെൻഡറാണ് SC ക്ഷണിച്ചിരിക്കുന്നത്. ഈ 20-ാം തീയതിക്കകം തന്നെ ടെൻഡർ നൽകാനാണ് SCയുടെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ബൈപ്പാസ് ദേശീയപാതയുടെ നിലവാരത്തിലാണ് നമ്മൾ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 35 മീറ്റർ വീതിയിലാണ്, 4 വരി പാതയാണ്. 4 വരി പാത, നടുവിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള 4 വരി പാതയാണ്. മാത്രമല്ല, ഈ 4 വരി പാതയുടെ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും പാത്വേയും ഒക്കെ അടങ്ങുന്ന ഒരു ദേശീയ പാതയുടെ നിലവാരത്തിലാണ് നമ്മുടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് എന്നുകൂടി ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ ബൈപ്പാസ് നിർമ്മാണം എത്രയും വേഗം തന്നെ ആരംഭിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് ഷൌക്കത്ത് നടത്തിയ ചർച്ചയാണ് ബൈപ്പാസിന്റെ ടെൻഡർ നടപടി അതിവേഗത്തിലാക്കിയത്. KNG റോഡിൽ ഊസിക്ക് പടി മുതൽ പാട്രാക്ക വരെ 2.460 കിലോമീറ്റർ റോഡ് നിർമ്മാണം, ജംഗ്ഷൻ നവീകരണം, ബസ് ബേ എന്നിവയടക്കം 27.79 കോടിക്കാണ് ടെൻഡറായത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണം ആരംഭിക്കാം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞതോടെ 1-ാം ഘട്ട ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ 2-ാം ഘട്ടത്തിനും ടെൻഡർ നടപടികളാകും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയായാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന് നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. ആര്യാടൻ ഷൌക്കത്ത് MLAയുടെ ഇടപെടലിലാണ് 9 വർഷമായി നിർജീവാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് പുതുജീവനായത്. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ MLA ആയ ഉടൻ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാര വിതരണം പൂർത്തീകരിച്ച് ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യത്തിനായി വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യ സെക്രട്ടറി, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ KNG പാതയിൽ നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015-ൽ UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതി വഴി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള ധനവകുപ്പിന്റെ തടസ്സവാദമായിരുന്നു വെല്ലുവിളി. UDF സർക്കാർ അധികാരം ഏറ്റതോടെ 2 ആഴ്ചയ്ക്കകം തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ടെൻഡർ നടപടി ആരംഭിക്കാനായത് നിലമ്പൂരിന്റെ വലിയ നേട്ടമായി. KNG റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാനായി OCK പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ്. പാട്രാക്ക വരെയുള്ള ബൈപ്പാസിന്റെ 1-ാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്തറ, എടക്കര ഭാഗങ്ങളിലേക്ക് പോകാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പാത അനുഗ്രഹമാകും. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.